വെറുതെ അപ്പൊ ആ വീട് നിൽക്കുമ്പോ അതിനിങ്ങനെ പിരികീറ്റി അതിനിങ്ങനെ പൊട്ടനാക്കി അങ്ങനെ എന്നിട്ടും അതാളിങ്ങനെ നിൽക്കും. സംഭവം ഒരു ത്രില്ലർ, ഒരു ബേസില് സിനിമക്ക് വരുമ്പോ അറിയാലോ, ഒരു കോമഡി സിറ്റുവേഷൻ ആയാലും കോമഡി ഉണ്ടാവും. ശരിക്കും തല്ലുന്നുണ്ടെങ്കിൽ ആദ്യം ഒപ്പരം ഇല്ലവരെ പോയി തല്ലണം, മോനല്ല തല്ല. അതിനെ പ്രാവിൻകൂട് ഷാപ്പ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നാ ഫ്ലോയിൽ പറയുമ്പോ അതെടുത്ത് കളയത്. അല്ല, സിനിമയുടെ പേര് ഓർമ്മയുണ്ടാ? ഇടൊന്നും പോണില്ല എടേ. എന്ത് ഷാപ്പ്? പ്രാവിൻകൂട് അല്ലേ? പ്രാവിൻകൂട് ഷാപ്പ്. ഫ്ലോ കളയല എടി, ഷാപ്പ് അതന്നെ. പ്രാവിൻകൂട് ഷാപ്പ്. പ്രാവിൻകൂട് ഷാപ്പ് ഡയറക്റ്റഡ് ബൈ ശ്രീനിവാസിന്റെ മകൻ. പേരെനിക്ക് ഓർമ്മയില്ല. ശ്രീനിവാസന്റെ ശ്രീനിവാസനല്ല, വേറെ ഏതോ ശ്രീനിവാസന്റെ മകൻ. ബേസിൽ ജോസഫ്, സൗബിൻ സാഹിർ, പിന്നെ ആരാന്ന് കൊറേ ആളുണ്ടല്ലോ ഇങ്ങനത്തെ കൊറേ ആളുണ്ട്. സംഭവം ഒരു ത്രില്ലർ, ഒരു ബേസില് സിനിമക്ക് വരുമ്പോ അറിയാലോ, ഒരു കോമഡി പ്യൂർ എന്റർടൈനർ ത്രില്ലർ ആണ്. ഒരാള് വണ്ടി കൊണ്ടാടെ വീണാലും കോമഡി അടിക്കുവാണ് അല്ലേ? എല്ലാരും അങ്ങനെ. ഒരാള് കത്തി കൊണ്ട് കുത്തിയിട്ട് അവിടെ ചത്ത കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോ ഒരു സംഭവമായി വരുന്നത്. സീരിയസ് സിറ്റുവേഷൻ ആയാലും കോമഡി ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഭയങ്കര എന്റർടൈനർ ആണ് പടം. നമ്മ സിനിമ കണ്ടുകൊടുക്കുമ്പോ ഒരുത്തന് ഇപ്പുറത്ത് കഥ പറയും, ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നത് അതുപോലെ സംഭവിക്കും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും അല്ല. പിന്നെ ടെക്നിക്കലൊക്കെ രസമൊക്കെ ഉണ്ടല്ലേ? ഒബ്സർവ് ചെയ്താൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ സൈഡ് എന്തെങ്കിലും പറയുന്ന ടെക്നിക്കൽ സൈഡ് ഒന്നും പറയുന്നില്ല. ടെക്നിക്കൽ സൈഡൊക്കെ രസമല്ല. മറ്റേ ചേസ് ചെയ്ത് പോയിട്ട് മറ്റേ തുള്ളിപ്പോന്ന സാധനം അങ്ങനെ കൊറേ ഉണ്ട്. ഇവര് എഡിറ്റിംഗ് എല്ലാം ചിലത് നല്ല രസമുണ്ട് കേട്ടാ. ഈ ഫൈറ്റിന്റെയും അല്ലെ, ചെറിയ പടായിട്ട് പോലും അങ്ങനത്തെ മെയിൻ സാധനം ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതിയ ഡയറക്ടർ ആയിരിക്കും അല്ലേ ഇത്? മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മ ഇത് കണ്ടിട്ടൊരു പ്രേക്ഷകന്നുള്ള രീതിയിൽ പറയുന്നല്ലാണ്ട് അതന്നെ നമ്മളെ റിവ്യൂ അല്ല. പിന്നെ എന്നാലും നമ്മ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ അല്ലെ? ആരും അഭിനയിച്ചൊന്നും പിന്നെ എന്തായാലും പറയണ്ടായിരുന്നല്ലേ. റിവ്യൂ പറയുമ്പോ പിന്നെ നമ്മൾ അതിന്റെ റൈറ്ററും അതിന്റെ ഇതാണ് മറ്റേ പ്രൊഡ്യൂസർ ആയ അൻവർ റഷീദ് അല്ലേ, അതും പിന്നെന്താ പറയല്. പടം ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ഫായിസ് ഇല്ല. അവസാന നിമിഷം അവന് ചെറിയൊരു ആവശ്യം വന്നിട്ട് ഇല്ല. എന്നാലും ഇപ്പൊ അടുത്ത ആഴ്ചന്റെ അടുത്ത ആഴ്ച പക്ഷെ ഏത് ഡൊമിനിക്, അതിന്റെ അപ്പുറത്തെ ആഴ്ച മോഹൻലാലിന്റെ തുടരും. ഒരേ ആഴ്ചക്ക് ഒരേ പടനല്ലേ? എപ്പെങ്കിലും സാധാരണ ഏതെങ്കിലും ഒരു മെയിൻ പടം അങ്ങനെ അല്ലാത്ത എല്ലാത്തിനൊന്നും വരില്ല. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും വരും. അല്ലെങ്കിൽ എന്തായാലും OTT കാണും, കാണാണ്ടിരിക്കൂല. പക്ഷെ തിയേറ്ററിൽ വരില്ല. ഇപ്പൊ OTT കാണാനില്ല, എല്ലാം ഇടവന്തി കാണുന്നോണ്ട് പിന്നെ OTT കാണാനൊന്നുമില്ല. ഏതിലോ ടഫ് പിടിക്കണം പടം. ഞാൻ ഇങ്ങനെ വളവള പറയുന്നോണ്ട് ഒരാൾക്കിടെ പറയാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എന്താണ് പറയാൻ? അങ്ങനെയല്ല ബ്രോ, ഞാൻ പറയുമ്പോ മിണ്ടാണ്ടിരിക്കണം. എന്നാ പറഞ്ഞു. ഞാൻ ഇതിപ്പോ എനിക്ക് ക്യാമറ പിടിക്കുമ്പോ എനിക്ക് ഇടുന്ന് മിണ്ടാക്കുമ്പോ എന്തോ ഞാൻ അല്ല ഇതായിട്ട് പോകും. അതുകൊണ്ട് എന്തോ ഒരു പറഞ്ഞോ ഇതന്നെ പറഞ്ഞതാ എന്നിട്ട് പറയൂല. ഇതന്നെ നമ്മ എന്റെ അടുത്ത് നല്ലൊരു ഗംഭീര പടമാണ്. അതിൽ ഇത്ര സമയം പറഞ്ഞോണ്ടിരുന്നത്. റിവ്യൂസ് ഒന്നും കണ്ട് ഇതേപോലെ റിവ്യൂസ് മോശമുണ്ടാ? മനക്കറിയില്ല. ഏതോ റീല് കണ്ടിട്ടാ ഇങ്ങനെ തിയേറ്റർ ഇത് മറ്റേ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറഞ്ഞു. ആറാട്ടെണ്ണന്റെ പെരേര് അല്ല, ഇവിടെ എന്ത് നടന്നാലും നമുക്കൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന അവരൊരു കാര്യം പോലീസ് തല്ലിയാലും അവർക്ക് അതൊരു കോമഡിയാണ്. ഇപ്പൊ പെണ്ണ് കേസ് വന്നാലും അതും കരഞ്ഞോണ്ട് അതും കോമഡി. എല്ലാരും മറ്റേ ഇങ്ങനെ അത് എനിക്ക് ഇപ്പം വരുന്നില്ല. ഒരു മറ്റേ ഇങ്ങനെ ക്യാമറ വരുമ്പോ ഒരുമാതിരി ഈലെത്രത്തോളം കാണുന്ന എനിക്ക് തിരിയുന്നില്ല അല്ലെ? ആ ഇടയ്ക്കേ വരുന്നില്ല എക്സ്പ്രഷൻ. ആറട്ടെണ്ണൻ അങ്ങനെ, ആറട്ടെണ്ണൻ ഒരു മാനിനാണ്.
രാത്രിയാകുമ്പോ ഒരു 10 മണിക്ക് ശേഷം മാത്രമേ പുള്ളിക്കൊരു ഇത് വരുന്നില്ല. അതൊരു പ്രായത്തിന്റെ ആയിരിക്കും, നമുക്ക് ആ രീതി വിടാം. വേറെ അഭിനയത്തിന്റെ ഒരു ഇതാണ്, ഫുൾ അഭിനയായിരിക്കും അല്ലേ ശരിക്കും അല്ലേ? അപ്പൊ ശരിക്കും അഭിനയിക്കുന്നത് ഓന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നല്ലോ, ഓനൊരു ആക്ടിങ് ആണ്. അത് തിരിയുന്നില്ല നമുക്ക്. ഓനത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് കളിയാക്കുന്നറിയാം, എന്നിട്ട് ഓനത് പറയും. ഓ വലിയ എവിടെയോ കൊണ്ട് എത്തിക്കണേ പാർട്ടി എന്നാ ഒരു മര്യാദ ഇല്ല പറയുന്നത്. ശരിക്കും ഓനല്ല മെയിൻ ഇതാവുന്നത്, ഓന്റെ ഒപ്പരും ഇല്ലവരാണ് ആ വെറുതെ. അപ്പൊ ആ വീട് നിക്കുമ്പോ അതിനിങ്ങനെ പിരികീറ്റി അതിനിങ്ങനെ പൊട്ടനാക്കി അതിങ്ങനെ, എന്നിട്ടും അത് ആടെങ്കിലും നിക്കും. എല്ലാം നമ്മാണെന്ന് പറഞ്ഞിട്ട്. അതെ ശരിക്കും തല്ലുന്നുണ്ടെങ്കിൽ ആദ്യം ഒപ്പരം ഇല്ലവരെ പോയി തല്ലണം. ഓനല്ല തല്ലണം. മറ്റേ ചെങ്ങനെ വരുന്ന അഭിലാഷ് ഏട്ടായി എല്ലാം പറയും. തല്ല് വരും പറയും എന്റെ പേര് അഭിലാഷ് ഏട്ടായി. ഈ അഭിലാഷ് ഏട്ടായി ഒപ്പരം തിന്നിട്ടില്ല തല്ലാൻ പറ്റും. മമ്മൂട്ടിനെ പ്രൊമോ ചെയ്യുക ഏതായാലും ഏതോ ഒരു പടത്തിന് ഫാൻസുകാര് പറഞ്ഞു പോണ്ട അടിക്കുന്നു. എന്നിട്ടൊരു മറ്റേ വീഡിയോ ഉണ്ടായില്ല, പേടി തല്ലുക. അതൊരു ഐറ്റാണ് ഇപ്പൊ പ്രശ്നം. പേടിയാ എനക്ക അയ്യോ പേടിയാ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫാൻസും ഉണ്ടാവും, അഭിലാഷ് ഏട്ടയും ഉണ്ടാവും, സൂപ്പർ സ്റ്റാർ AJP. അപ്പൊ അത്രയില്ലല്ലേ, കൊറേ കൈവേറെടുക്കുന്നു അല്ലേ? അപ്പോ എന്താണ് അതിന് അടുത്ത ഗുഡ് ഫിലിം പോയി കാണാം. വർത്താ ചെറിയ ഫിലിം എന്ന് പറഞ്ഞല്ലേ? ഈ ചെറിയ സിനിമക്ക് എന്തിനാ പൈസ കുറവുണ്ടോ? അങ്ങനല്ല ബ്രോ, ബഡ്ജറ്റ് അങ്ങനത്തെ ഒരു പടമല്ലല്ലോ. പക്ഷെ നല്ല വർത്താണ്. അടുത്ത് കണ്ടതില് ഒരു ത്രില്ലർ നിലയിൽ പെർഫെക്റ്റ്. ഈ ത്രില്ലർ പറയുമ്പോ അധികം കോമഡി ഉണ്ടാവില്ല, പക്ഷെ ഇതാണെങ്കിൽ എന്റർടൈനർ പ്ലസ് അങ്ങനെ. ഇപ്പൊ മറ്റേ ഈ വർഷം ഇറങ്ങിയ ത്രില്ലർ ആണല്ലേ? 3 അടുപ്പിച്ചാണ്ടില്ലേ ത്രില്ലർ? ഇനിയിപ്പോ അടുത്ത ത്രില്ലർ ആണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്താണല്ലേ? ശരി, കൈ എടുക്കുന്നു ബ്രോ. ഫൈസ് ആക്കുന്ന ഒരാൾക്ക് ഓക്കെ, അങ്ങനെ ഒന്നല്ല ഒരാൾക്കല്ലേ ഇങ്ങനെ. ബൈ ബൈ ഹു ഗൈസ്, ബൈ ബൈ. ഞങ്ങൾക്ക് ഓർമ്മയില്ല ബ്രോ.